മുത്തു മണീസ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാനിങ്ങനെ വിചാരിക്കും ഒരു വാട്ട് ഈറ്റിനെ ഡേ ചെയ്യണം. അങ്ങനെ നാളുകൾ നീണ്ടു പോയി കേട്ടോ. അപ്പോൾ അത് ഇന്നങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 3 പൂരിയും മുട്ടക്കറി എടുത്തിട്ടുണ്ടേ. മുട്ടക്കറിക്ക് ഇന്നൊരു ഇത്തിരി എരി കൂടിപ്പോയി എന്ന് വെച്ചാൽ ഒരുപാടല്ല, പൊന്നൂസിനും മോനൂട്ടനും കഴിക്കാൻ പറ്റാത്ത ഒരു ഇത്തിരി എരിയേ. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഒരു 10-11 മണിയായപ്പോൾ നമ്മുടെ മോനുകുട്ടന് മാങ്ങ ചെത്തി കൊടുത്തപ്പോൾ അതിലൊരു പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോനൂട്ടനെയും കളിപ്പിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ബനാന കേക്ക് കഴിച്ചു, ഒരു 2 പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനിന്ന് ഉച്ചത്തേക്ക് ഒരു പൊതിച്ചോറ് കെട്ടി വെച്ചു കേട്ടോ. എനിക്കിങ്ങനെ പൊതിച്ചോറ് കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ പൊതി അങ്ങ് കെട്ടി വെക്കും കേട്ടോ. ഇത് എനിക്ക് മാത്രം ഉള്ളതല്ല, അണ്ണനും മോനൂട്ടനും എനിക്കും കൂടി ഉള്ളതാണ്. ഞാൻ ഇത്രയും ചോറ് കഴിക്കില്ല. മോനുകുട്ടന് ചെറിയൊരു പനിയുള്ളതുകൊണ്ട് ഇന്ന് സ്കൂളിൽ വിട്ടിട്ടില്ലായിരുന്നേ. അപ്പോൾ ഇതേ നമ്മുടെ പൊതിച്ചോറ്, തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു, വറ്റൽ മുളക് ഉടച്ചതുണ്ടായിരുന്നു, മുട്ട പൊരിച്ചതുണ്ടായിരുന്നു, പിന്നെ ഇന്നലത്തെ ഒരു ഇത്തിരി അവിയലും ക്യാബേജ് തോരൻ, പിന്നെ ഒരു അയല പൊരിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മത്തങ്ങയും വൻപയറും കൂടി ഇട്ടുള്ള ഉടച്ചക്കറി ഉണ്ടല്ലോ, അതും ഇന്നലത്തെയാണേ. ഞാൻ പിന്നെ പൊതിച്ചോറിൽ വെച്ചങ്ങ് കെട്ടി, ചൂടാക്കിയാൽ മതിയല്ലോ. പിന്നെ തൈര് മുളക്, നമ്മുടെ കൊണ്ടാട്ട മുളക്, അതും ഇന്നലത്തെ മീൻകറിയുടെ ചാറും കൂടി ഒഴിച്ച് എൻ്റെ പൊന്നേ അങ്ങ് കഴിച്ചു. ഇപ്പോഴും വായിൽ വെള്ളം വരുന്നുണ്ട്. പിന്നെ വൈകുന്നേരം അണ്ണൻ്റെ അക്ക ഇന്ന് ദുബായിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ വിളിക്കാൻ എയർപോർട്ടിൽ പോകണം. അപ്പം നമ്മളെ ഇടമണ്ണ് നമ്മുടെ കടയിൽ പോയിട്ട് ചായയും ഒരു ബജ്ജിയും കഴിച്ചു. പിന്നെ അക്കായും വിളിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന വഴിയിൽ ലുലുമാളിൽ കയറി ഹൈദരാബാദ് ബിരിയാണി വാങ്ങിച്ചോട്ടോ. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ കൂടെ മോനൂട്ടനും പൊന്നൂസും അച്ചൂനും കൂടി റോള് വാങ്ങിച്ചു. അപ്പോൾ അച്ചൂന് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു റോളും കുറച്ച് ബീഫ് ഫ്രൈയും ഒരു 2 പീസ് ചിക്കൻ ഫ്രൈയും പിന്നെ ബിരിയാണിയുടെ കുറച്ച് റൈസും കഴിച്ചു. പിന്നെ മാംഗോ ജ്യൂസ് കൂടെ കുടിച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡ് അടി ഇതേ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ.